ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന ഓഗസ്റ്റ് മന്ത് റീഡിംഗ് ആണ്. ഓഗസ്റ്റ് മന്ത് അല്ലേ, ഇത് ഓണത്തിൻ്റെ മാസമല്ലേ. അപ്പോൾ എന്തൊക്കെ സന്തോഷങ്ങളാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് 2 ഫയലുകൾ വെച്ചിട്ടാണ് ഇവിടെ റീഡ് ചെയ്യുന്നത്. നമ്പർ 1, നമ്പർ 2. സംഖ്യയ്ക്ക് പ്രാധാന്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ കളറിന് പ്രാധാന്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. നമ്പർ 1 പിങ്ക് കളറാണ്, നമ്പർ 2 ഗ്രീൻ കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ചെയ്ത് കാണുമല്ലോ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ അവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തേത് നോക്കാം നമുക്ക്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കത് എപ്പോൾ കാണാൻ തോന്നിയാലും അപ്പോൾ കാണാവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം നമ്മൾ ടാരോ കാർഡ്സ്, പിന്നെ ഒറക്കിൾ കാർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഏഞ്ചൽസിൻ്റെ മെസ്സേജ്, സോൾ ഒറക്കിൾസ്, ഗണപതി ഭഗവാന്റെ മെസ്സേജ്, ന്യൂമറോളജി കാർഡ്സ്, ഇത്രയും വെച്ചിട്ടാണ് നമ്മളിത് റീഡ് ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോവാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഈ ഒരു മാസം. മനസ്സിലായി? ഈ ഒരു മാസം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വരും. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ശമ്പളം കൂടുതൽ കിട്ടാൻ, അതുപോലെ തന്നെ സാമ്പത്തികപരമായ വരുമാന മാർഗങ്ങൾ ഒത്തിരി വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ സമ്പത്തിൻ്റെതായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ സാമ്പത്തികം തന്ന് സഹായിക്കാം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ പുതിയ ജോബ് കിട്ടാം. ഇനി അതുമല്ല, നിങ്ങൾക്ക് കിട്ടാനുള്ള സാമ്പത്തികമാണോ, അത് കിട്ടാനുള്ള സാധ്യതയാണ്. എന്തായാലും നിങ്ങൾക്കിവിടെ അന്ന് ആദ്യത്തെ തന്നെ നല്ല എനർജിയാണ് ഏസ് ഓഫ് പെന്റക്കിൾസ്. സാമ്പത്തികത്തിന്റെ ഒരു തുടക്കമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തത്. അടുത്തതായിട്ട് 7 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ സാമ്പത്തികമൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കണം. നിങ്ങളോടൊപ്പം നിൽക്കുന്നവരെയും വലിയ സ്നേഹം നടിച്ച് നിങ്ങളുടെ കൂടെ വരുന്നവരെയും ഒക്കെ ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം എന്നുള്ളതാണ്. ഒരു ചീറ്റിംഗ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതെന്തായാലും നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വിഷമിക്കേണ്ട. മനസ്സിലായി? അതാണ് പറയുന്നത്. ആരെങ്കിലും നിങ്ങളെ ചിലപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടി സമീപിക്കാം. ആർക്കും നിങ്ങൾ അങ്ങനെ കൈവിട്ട് സഹായിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് കാണുന്നത്. പലരുടെയും വാക്കിനെ വിശ്വസിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും പാടില്ല. സൂക്ഷിച്ച് വേണം മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കാൻ തന്നെയും എന്നാണ് ഇവിടെ കാണുന്നത്. ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. നല്ലതാണ്, നല്ല എനർജിയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഇതുവരെ നിങ്ങളൊരു ലക്ഷ്യബോധമില്ലായിരുന്നു എന്ന് പല കാര്യങ്ങൾക്കും. ഇനി നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധത്തോടുകൂടി മുൻപോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലേ? കുറച്ചുകൂടി ദൈവാനുഗ്രഹം കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് നെഗറ്റീവായാലും പോസിറ്റീവായാലും കാര്യങ്ങളെ ഒരേപോലെ കണ്ടു മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഏത് കാര്യമായാലും നിങ്ങൾക്ക് ചിലപ്പോൾ വാഹനം വാങ്ങിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. അതിനുള്ള ഭാഗ്യം ഈ സമയത്ത് വരുന്നുണ്ടാവാം. അതുപോലെ ലൈസൻസ് ലഭിക്കുന്ന എനർജി ആവാം അതിനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക്. ഇനി ദൂരെ യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന അതും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി ആ ഒരു യാത്ര കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം ലഭിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. ടെൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കണ്ടില്ലേ, ഇവിടെ ധാരാളമായിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് പൂർവിക സ്വത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുവരെ നിങ്ങൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത്, നിങ്ങൾക്ക് കുടുംബ സ്വത്തൊക്കെ കിട്ടണം എന്ന് പറയുന്നല്ലോ, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾക്കത് കിട്ടാനോ അതുമല്ല പഴയ വസ്തുവൊക്കെ വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിറ്റതിന് ശേഷം നിങ്ങൾക്കൊരു സാമ്പത്തികം
ആയ ഒരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ റിട്ടയർമെന്റിന്റെ സാമ്പത്തികം നോക്കിയിരിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ലഭിക്കാം. ഏത് വിധത്തിലായാലും ഇവിടെയും സാമ്പത്തികത്തിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സാമ്പത്തികം വരുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് പേർ വന്നു ചേരും എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ചില ലോട്ടറികൾ അടിക്കാനുള്ള ഭാഗ്യവും നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത്. അത് നമുക്കിവിടെ ആദ്യം തന്നെ വന്നിട്ടുണ്ട്. ലോട്ടറി ഭാഗ്യം ഇവിടെയും ഉണ്ട്. ഇവിടെയും ഏസ് ഓഫ് പെന്റക്കിൾസ്, 10 ഓഫ് പെന്റക്കിൾസ്, രണ്ടും വളരെ നല്ല എനർജിയാണ്. ത്രീ ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങൾ 2-3 പേർ കൂടി ചേർന്ന് വരുമാന മാർഗത്തിന് വേണ്ടി പാടുപെടുന്നുണ്ട്. ഈ വരുമാന മാർഗം ഒന്നും വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും കൂടെ ചേർന്നിട്ട് പുതിയൊരു സംരംഭം തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി ഓണക്കാലമൊക്കെ അല്ലേ, പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത്. അവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഹെർമിറ്റ് കൂടാണ് വന്നിരിക്കുന്നത്. പലരും ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ മാനസികമായ വിഷമം ഉണ്ടായെങ്കിൽ ചിലപ്പോൾ പാർട്ട്ണറോടൊന്ന് പിണങ്ങിയിരിക്കാം. അങ്ങനെ വരുമ്പോൾ തന്നെ ദൂരെ മാറിയിരുന്ന് കുറച്ചൊന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഭൗതികമായ സുഖങ്ങളിൽ നിന്നും കുറച്ചൊന്ന് വിട്ടു നിന്നിട്ട് ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുമല്ല എങ്കിൽ കുറച്ചൊന്ന് മെഡിറ്റേഷനിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇനി ആരെങ്കിലുമായിട്ട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ സൈലന്റ് ആയിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ആരൊക്കെ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു എനർജി ഉണ്ടായിരിക്കണം. ഏസ് ഓഫ് സോർട്സിന്റെ എനർജിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നുണ്ട്. പല വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ ജോബ് ലഭിക്കാനായിരിക്കാം. അതിലൂടെ നിങ്ങൾക്ക് പുതിയ ബുദ്ധി പ്രയോഗിച്ച് നിങ്ങൾ ഏതോ ഒരു മാർഗത്തിലേക്ക് വരുന്നുണ്ട്. ബുദ്ധി കൂടുതലായിട്ട് പ്രയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു പുതിയ സംരംഭത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് വരുന്നു. ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്കുള്ള സാധ്യതയാണ്. പുതിയൊരു ജോലിയിലേക്ക് കടക്കാം. അതുമല്ല എങ്കിൽ ഫ്ലൈറ്റ് യാത്രയാവാം. മറ്റ് എന്തെങ്കിലും ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് കടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പുതിയതായിട്ട് ജോബ് ആയിരിക്കാം, പുതിയൊരു തുടക്കമാണ്. ഇവിടെ ടവറാണ് വന്നിരിക്കുന്നത്. അതായത് ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലായാലും ഇനി മറ്റു പല കാര്യങ്ങളിലായാലും സാമ്പത്തികപരമായാലും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നല്ലൊരു മാറ്റമാണ്. ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇനി ഒരിക്കലും ശരിയാവില്ല എന്ന്. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇവിടെ നല്ല ഒരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു മാറ്റമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കണ്ടില്ല, സാമ്പത്തികം ധാരാളമായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എന്താ ജോബ് ലഭിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ നല്ലൊരു ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാവാം. അത് നിങ്ങൾക്ക് സാമ്പത്തികം വർദ്ധിച്ചു വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാവാം. ചിലപ്പോൾ നിങ്ങൾ നഴ്സാവാം, ഡോക്ടറാവാം, അതുമല്ല ടീച്ചറാവാം, വക്കീലാവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ആവാം. അല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ജോലികൾക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ആവാം. എന്തായാലും അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ സാമ്പത്തികം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ആ ഒരു ജോബ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഒരു കാർഡ് എടുക്കാതെ എയ്റ്റ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. വളരെ നല്ല എനർജിയാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു സ്പീഡിൽ ആക്ഷൻ നടക്കുന്നു. നിങ്ങൾക്ക് ഇതുവരെ മന്ദം ചില കാര്യങ്ങൾ പോയിട്ടുണ്ട് മുന്നോട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരു സ്പീഡ് കിട്ടുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കുകയാണ് അവിടെ ഇതെനിക്ക് നടക്കത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം ഇത്രയും പെട്ടെന്ന് ഇത് സാധിച്ചു കിട്ടുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ചില യാത്രകൾ
ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു യാത്ര നടത്താൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സക്സസ് ആവുന്നതാണെന്ന് കാണുന്നുണ്ട്. ഈ ഒരു കാര്യം ചിലപ്പോൾ പിണങ്ങിയിരിക്കുന്നവർ തമ്മിലുള്ള റീയൂണിയൻ ആവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്ന ഒരു സമയവും ആകാം. ഏത് കാര്യത്തിലാണോ നിങ്ങളിപ്പോൾ മുന്നോട്ട് ഇറങ്ങി പുറപ്പെടുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അത് സാധ്യമായി കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെ പെട്ടെന്നാണ് ആ ഒരു ആക്ഷൻ നടക്കുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് 10 കാർഡ്സ് ആയേ. നമുക്ക് ഹെയർ സെൽഫിന്റെ ഒറക്കിൾ കാർഡ്സ് നോക്കാം. നിങ്ങളോട് അസൂയയും കുശുമ്പും ഒക്കെ ഉള്ളവർ ഒരുപാട് പേരുണ്ട്, മനസ്സിലായോ? അങ്ങനെ അവരവിടെ ഇരിക്കത്തേ ഉള്ളൂ. അവരുടെ മനസ്സിലെ അസൂയ എത്രമാത്രം ഉണ്ടോ, ശത്രുത നിങ്ങളോട് എത്രമാത്രം ഉണ്ടോ, അവരെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ നിങ്ങൾ ഉയരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായി? ശത്രുതയും വിദ്വേഷവും നിങ്ങളോട് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്നുകൂടി അതിശയിപ്പിക്കത്തക്ക വിധത്തിൽ നിങ്ങൾ ഉയരത്തിലേക്ക് വരാൻ പോകുന്നു, നിങ്ങൾ ഉയർച്ചയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. കാരണം നമ്പർ 7 ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികപരമായാലും അതുപോലെ നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളിലും മുന്നോട്ടൊരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ആർക്കൊക്കെ നിങ്ങളോട് അസൂയയുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ വളർച്ചയിൽ. ഫൗണ്ടേഷൻ കണ്ടില്ല, നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ. അവരെ അസൂയപ്പെടുത്തുന്ന ഒന്നുകൂടി അവർക്ക് വിദ്വേഷം വലുതാക്കത്തക്ക വിധത്തിൽ നിങ്ങളിലേക്ക് ഉയർച്ച വരുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികം വരും, സ്റ്റെബിലിറ്റി വരും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നിസ്സാരമായ പല കാര്യങ്ങളെയും അതുമല്ല എന്ത് പ്രതിസന്ധി നിങ്ങളുടെ മുൻപിൽ വന്നോ ഈ പ്രതിസന്ധികളെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരാൻ പോകുന്നു സാമ്പത്തികപരമായിട്ട്. ഇവിടെ റൂട്ട് ചക്രയുടെയൊക്കെ ആക്ടിവേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന സാമ്പത്തികം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുമല്ല എങ്കിൽ നിങ്ങളുടെ മണി ബ്ലോക്ക് മാറിയിട്ട് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെയുള്ളത്. നമ്മൾ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികം വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് സാമ്പത്തികം വരും. 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഉണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികം വരുന്ന എനർജി, ജോലി ലഭിക്കുന്ന എനർജി, ജോലിയിൽ ഒരു പ്രോഗ്രസ് ലഭിക്കുന്ന എനർജി ഒക്കെയും ഇവിടെ വന്നിട്ടുണ്ട്. അത് തന്നെയാണ് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ലഭിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുമല്ലോ, അല്ലെ? അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് പലർക്കും നിങ്ങളോട് അസൂയയുള്ളത് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഒരു കാർഡ് എടുക്കാവേ. അവയർനെസ് ആണ്. നിങ്ങൾക്ക് ബോധം ഉണ്ടാകുന്ന നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തിരിച്ചറിവ് വരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഒരുപാട് തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. കാരണം മറ്റുള്ളവരുടെ ഈ ഒരു ദൃഷ്ടിദോഷം നിമിത്തം പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് എന്നുള്ള ഒരു ചിന്ത വരും നിങ്ങൾക്ക്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് വരും. മനസ്സിലായി? ഇവിടെ പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവുണ്ടാകുന്നു. അവിടെ നിങ്ങളുടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോഴെന്താണ്? പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത. അവിടെ നിന്നുമാണ് ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്. നമ്പർ 1 ആണ്. കണ്ടില്ലേ? ഇവിടെ ഒരു തുടക്കം വരുന്നുണ്ട്. അപ്പൊ ജീവിതത്തിൽ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വളരെ നല്ല എനർജിയാണ്. നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാവേ. ബി അസർട്ടീവ്. നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കൂ. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയക്കേണ്ട, ഒന്നുകൊണ്ടും പേടിക്കണ്ട. മനസ്സിലായി? ഒരു തവണ നിങ്ങൾക്ക് ആരുടെയെങ്കിലും കണ്ണേറ് വന്നിട്ടുണ്ടോ? ഒന്നുകൊണ്ടും പേടിക്കണ്ട. അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക.
തന്നെയുമല്ല, നിങ്ങൾ ഒരു വളർച്ചയിലേക്കാണ് വരുന്നത്, ഒരു അഭിവൃദ്ധിയിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരുന്നാൽ മാത്രം മതി എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. യു ആർ റെഡി. നിങ്ങൾ റെഡി ആയിക്കൊള്ളൂ. നിങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ റെഡി ആയിക്കൊള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു തുടക്കം വരുത്താൻ വേണ്ടി തന്നെ നിങ്ങൾ റെഡി ആയിക്കൊള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിരിക്കും. നിങ്ങൾ റെഡി ആയിക്കൊള്ളൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ചൂസ് എ ന്യൂ ഡയറക്ഷൻ. നിങ്ങൾക്ക് അഥവാ ഇനി പോയ സമയം മോശമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും കാര്യത്തിന് ഒരു പുതിയ ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ, ഒന്ന് വഴിതിരിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. മനസ്സിലായി? നിങ്ങൾക്കത് വേണമെങ്കിൽ. ഇല്ല എങ്കിൽ വേണ്ട. നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കൂ, അസർട്ടീവ് ആയിരിക്കൂ എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. സോളാർക്കിൾസ് നോക്കാവേ. രണ്ട് കാർഡ്സ് എടുത്തോളൂ. ഹാവ് കറേജ് എന്ന് പറയുന്നുണ്ട്. എവേക്കൻ ദ വേരിയർ ഓഫ് ലൈറ്റ് വിത്തിൻ യു. നിങ്ങൾക്കുള്ളിൽ 4+3 7 ആണ് നമ്പർ. നിങ്ങൾക്കുള്ളിൽ തീർച്ചയായിട്ടും യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു പോരാളിയുണ്ട്. ആ പോരാളിയെന്ന് ഉണർത്തിയെടുക്കൂ. എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഒരു പോരാളി, ജയിച്ചു വരാൻ. മനസ്സിലായോ? പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയുന്ന ഒരു പോരാളിയുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഉപയോഗിക്കാതെ, ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു വിജയവും ആർക്കും ലഭിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ലൊരു പ്രോഗ്രസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള പോരാളിയെ അല്ലെങ്കിൽ ആ ഒരു യോദ്ധാവിനെ ഒന്ന് ഉണർത്തിയെടുക്കാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുവഴി നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കിട്ടും, നല്ല ഒരു സക്സസ്സിലേക്ക് പോകാനും സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ലീവ് യുവർ അടുത്തത് വന്നിരിക്കുന്നത്. ലീവ് യുവർ യൂഷ്വൽ സോഷ്യൽ സർക്കിൾസ് ബിഹൈൻഡ് സീക്ക് ഔട്ട് ട്രൂ കമ്പാനിയൻസ്. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് കൂട്ടുകാർ കാണും അല്ലേ? ഒത്തിരി കൂട്ടുകാർ കാണും. അതായത് ഇൻസ്റ്റഗ്രാമില്, ഫേസ്ബുക്കില്, അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഉണ്ടായിരിക്കാം കൂട്ടുകാരൊക്കെ. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം വരുമ്പോൾ, ഒരു അത്യാവശ്യത്തിനൊരു സഹായം നിങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ എത്ര കൂട്ടുകാർ കാണും? നിങ്ങളെ ഒന്ന് സഹായിക്കാൻ എത്ര കൂട്ടുകാരാണ് നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ആലോചിക്കണം. അതുകൊണ്ട് വെറുതെ കൂട്ടുകാരെ കൂട്ടിയിട്ട് നിങ്ങളുടെ സമയം കളയരുത്, വിലപ്പെട്ട സമയം കളയരുത്. സമയത്തെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം. മനസ്സിലായോ? അവിടെയാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. നമുക്ക് 1 മിനിറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ 1 മിനിറ്റ് പോയത് നമുക്ക് തിരിച്ചു കിട്ടില്ല. മനസ്സിലായോ? അങ്ങനെ വിചാരിച്ച് നമ്മൾ ഒരു സക്സസ്സിലേക്ക് വരണം, ഒരു ജോലിയിലേക്ക് വരണം. വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം സാധിക്കുകയുള്ളൂ. ഇന്ന് പോകുന്ന സമയം നാളെ നമുക്ക് ലഭിക്കില്ല. മനസ്സിലായി? അത് വേണം ചിന്തിക്കാൻ. അതുകൊണ്ട് അതിൽ പോകാതെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കൂട്ടുകാരെ മാത്രം കൂടെ കൂട്ടുക. അതായത് നല്ലവരാരാണോ, നിങ്ങളോട് സിൻസിയറായിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ് ആരൊക്കെയാണോ അവരെ മാത്രം കൂടെ കൂട്ടിയാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ എത്ര കേട്ടാലും നമുക്ക് ഫ്രണ്ട്സിന് ഒരുപാട് എന്തെന്നുള്ളതാണ് അല്ലേ, പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ഫ്രണ്ട്സിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇനി ന്യൂമറോളജി ഒന്ന് നോക്കാതെ. യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ. നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ? സ്വപ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലേ? അത് റിയാലിറ്റിയിലോട്ട് വരണമെങ്കിൽ, യാഥാർത്ഥ്യമാക്കണമെങ്കിലാണ് ഇത്തിരി പാട് അല്ലേ? സ്വപ്നങ്ങൾ ഉണ്ടാവും, ഇഷ്ടം പോലെ സ്വപ്നങ്ങൾ കാണുന്നതിന് ആരുടെയെങ്കിലും അനുവാദം വേണം. ചുമ്മാ ഇരുന്നങ്ങ് സ്വപ്നം കണ്ടാൽ പോരെ? അപ്പൊ ഈ ഒരു സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കി എടുക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? പ്രാക്ടിക്കലായിട്ടുള്ള പ്ലാനുകളാണ് വേണ്ടത്. മനസ്സിലായി? അതാണ് പറയുന്നത്. നിങ്ങൾ അതിനായിട്ട് പ്ലാൻ തയ്യാറാക്കി വെക്കൂ, അതിലൂടെ പരിശ്രമിച്ച് മുന്നേറാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ ഒരു സ്വപ്നങ്ങളും സഫലമാകില്ല.
കമ്മ്യൂണിക്കേഷൻ ഈസ് കീ എന്നാണ് പറയുന്നത്. ശരിയായ വിധത്തിൽ സംസാരിക്കുക. ചിലപ്പോൾ ഏതെങ്കിലും കോടതി കേസുകളുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ പരാജയപ്പെടുത്താൻ വന്നിട്ടുണ്ടോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ പറ്റി പറഞ്ഞ് നിങ്ങളെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, സാമ്പത്തികം വാങ്ങിച്ചിട്ട് ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, അതിന് ഏത് കാര്യത്തിൽ നിങ്ങളൊരു ജോലി കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇന്റർവ്യൂസിനൊക്കെ പോകുന്നുണ്ടോ, ഇനി അതുപോലെ മറ്റെവിടെയായാലും നിങ്ങൾ ശരിയായ വിധത്തിൽ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ അറിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിവുണ്ടാവും, പക്ഷെ അത് പറയേണ്ടടുത്ത് പ്രയോഗിക്കേണ്ട രീതിയിൽ അത് പ്രയോഗിക്കണം. മനസ്സിലായി? അതാണ് വേണ്ടത്. എക്സാമിനേഷൻ എഴുതാൻ പോയി ഒന്നും അവിടെ ചെന്നിരുന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ വേണ്ടടുത്ത് വേണ്ട പോലെ ബുദ്ധി പ്രവർത്തിപ്പിക്കണം. അപ്പൊ അവിടെ ആരെങ്കിലും ചിലപ്പോൾ പറയാൻ എന്തെങ്കിലും സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുകയും വേണം. ഇന്റർവ്യൂവിന് പോയി ചോദിക്കുന്നതിന് മറുപടി പറയാതെ കൊണ്ട് പറ്റുമോ? ഇങ്ങനെ ചുമ്മാതെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒന്നും ലഭിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് നിങ്ങളുടെ സക്സസിന്റെ കീ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓട്ടം വന്നിരിക്കുന്നത് ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം വരുന്നുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ട്, വിഷമിക്കേണ്ട എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ഭഗവാന്റെ മെസ്സേജ് ഇവിടെ നോക്കാം. ഭഗവാൻ പറയുന്ന ഓപ്പണസ് ആണ്, തുറന്ന് പറച്ചിലാണ്. തുറന്ന് പറയണം. ചില കാര്യങ്ങൾ തുറന്ന് പറയേണ്ടതായിട്ട് തന്നെ ഉണ്ടെങ്കിൽ അവിടെ തുറന്ന് പറയണം. തുറന്ന് സ്നേഹിക്കണം. മനുഷ്യരെ സ്നേഹിക്കുകയാണെങ്കിൽ തുറന്ന് സ്നേഹിക്കുക. ഓപ്പണായിട്ട് തന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണോ, ഗിഫ്റ്റ് കൊടുക്കണോ, അതൊക്കെ തുറന്ന മനസ്സോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. സറണ്ടറാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമില്ല, പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലായാലും നിങ്ങൾക്കിത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറ്റില്ല. ആ ഒരു കാര്യത്തെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിലൊക്കെ ടോക്സിക് ആണ്, നിങ്ങൾക്ക് എന്നും മനപ്രയാസമാണ്, മനസ്സിന് ഒരുപാട് വിഷമം തരുന്നതാണ് ആ ഒരു കണക്ഷൻ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാനിത് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുന്നു, യൂണിവേഴ്സിലേക്ക് ഞാനിത് സറണ്ടർ ചെയ്യുന്നു, എനിക്കിനി ഇത് ആവശ്യമില്ല, ഞാൻ ഇതിനായിട്ട് മുന്നോട്ട് പോകുന്നില്ല, ഞാൻ ഇതിനെക്കുറിച്ച് ഇനി ആലോചിക്കുന്നുമില്ല എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതിയാവും. മനസ്സിലായി? അങ്ങനെ ഏത് കാര്യമായാലും നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്, അവിടെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇതാണോ, വേണ്ട ഇനി എനിക്ക് വയ്യ, ഞാനിത് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുന്നു, അങ്ങനെ ചെയ്താൽ മതിയാകും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് സ്പിരിച്വൽ പ്രാക്ടീസ് ആണ്. 1+9 10 ഒരു തുടക്കം വരുന്നുണ്ട്. നിങ്ങൾക്ക് ആത്മീയമായ വളർച്ചയിലേക്കുള്ള ഒരു തുടക്കം വരുന്നുണ്ട്. ആരൊക്കെ അതിലുള്ള ഒരു തുടക്കത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിനായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെഡിറ്റേഷനൊക്കെ ചെയ്യൂ, ഇൻസൈറ്റ് വർദ്ധിപ്പിച്ചെടുക്കൂ എന്നുള്ളതാണ്. സൈക്കിക് എബിലിറ്റി വർദ്ധിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മനഃശാന്തിയും മനസമാധാനവും ഒക്കെ ലഭിക്കും. പല കാര്യങ്ങൾക്കും സക്സസ് നേടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ജീവിതത്തിലൊരു സക്സസ് വേണമെങ്കിൽ സ്പിരിച്വലായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഉള്ളം ശുദ്ധമാക്കിയെടുക്കുക, അതാണ്. അല്ലാതെ ഞാനിവിടെ സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മളുടെ മനസ്സ് ശുദ്ധമാകണം, എന്നാൽ മാത്രമേ പല കാര്യങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനും അത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുകയുള്ളൂ. അല്ലാതെ മനസ്സിൽ കുറേ കാപട്യം വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് പെരുമാറിക്കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള അസൂയയോ പകയോ വിദ്വേഷമോ ഒക്കെ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു സക്സസ് ലഭിക്കില്ല. കാരണം അവിടെ ദൈവാനുഗ്രഹം ലഭിക്കില്ല. മനസ്സിലായോ? അതാണ് ഭഗവാൻ പറയുന്നത്. ഇനി നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് നമ്പർ 1 അല്ലേ? എ വണ്ടർഫുൾ സർപ്രൈസ് ഈസ് കമ്മിങ്, സംതിങ് എൻറ്റയർലി ന്യൂ അവേറ്റ്സ് യു. നിങ്ങൾക്കൊരു സർപ്രൈസ് വരുന്നുണ്ട്, ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട്. നിങ്ങളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആരെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം തന്ന് സഹായിക്കാനാവാം, ഇനി എന്തെങ്കിലും ലോട്ടറികളൊക്കെ ലഭിക്കാനാവാം, ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി, നല്ലൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനാവാം. അങ്ങനെ ഏതൊരു കാര്യത്തിലായാലും നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വരും, ഒരു സർപ്രൈസ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
നമുക്ക് രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത റീഡിങ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്തു, അവർക്ക് രണ്ടാമത്തേത് കൂടെ കാണണമെന്നുണ്ടെങ്കിൽ കാണാം. രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്തു, ഒന്നാമത്തേതാണ് മനസ്സിൽ ആദ്യം വന്നതെങ്കിൽ അതും കാണാവുന്നതാണ്. രണ്ട് ഫയലുകളും നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മാച്ചാവുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക. ഇവിടെ 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇവിടെ സാമ്പത്തികപരമായി കുറച്ചൊന്നും ബുദ്ധിമുട്ടിലാണെന്നാണ് കാണുന്നത്. അതുവഴി നിങ്ങൾ ചിലപ്പോൾ ആരോടെങ്കിലും വഴക്കിട്ടിട്ടുണ്ടാവാം. അങ്ങനെ നിങ്ങളൊരു മാനസികമായ ഒരു പ്രയാസത്തിലാണ് എന്നാണ് കാണുന്നത്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങളോട് വളരെയധികം സ്നേഹത്തിലിരുന്ന പാർട്ട്ണർ നിങ്ങളോട് കുറച്ചൊന്ന് അകൽച്ചയിലായി എന്നാണ് കാണുന്നത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും അസുഖങ്ങളുണ്ടോ, അപ്പോൾ അങ്ങനെയൊക്കെ മനപ്രയാസപ്പെട്ടിരിക്കുന്നു എങ്കിൽ, സാമ്പത്തികം ഇല്ല എന്ന് കരുതി വിഷമിച്ചിരിക്കുന്നുവെങ്കിൽ സാമ്പത്തികം ഇവിടെയുണ്ട്. ഇവിടെ ആ വീടിൻ്റെ താക്കോലും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് അത് എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ പിണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നു ചേരുന്നതാണ്. ഇത് വലിയ ഒരു പിണക്കമൊന്നും അല്ല എന്നാണ് കാണുന്നത്. സാമ്പത്തിക കാര്യങ്ങളിലായാലും നിങ്ങൾ ആരോടെങ്കിലും വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് സോൾവ് ആയി കിട്ടും. അതാണ്. അടുത്തായിട്ട് ജസ്റ്റിസ്. നിങ്ങൾക്ക് ജസ്റ്റിസ് വരും. നിങ്ങൾ 2 കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റിസ് വരും. കാരണം നിങ്ങൾ കർമ്മ ഫേസ് ചെയ്യുന്ന കാര്യം സമയമായിരിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത്. കണ്ടില്ല, നിങ്ങളിപ്പോൾ കർമ്മ ഫേസ് ചെയ്യുന്ന സമയമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ദുഃഖം വന്നത്. ഇനി എവിടെയോ ജസ്റ്റിസ് ആണ് വരാൻ പോകുന്നത്. അടുത്തായിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. കണ്ടില്ല, നിങ്ങളുടെ സമയം നല്ലതാവുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷമകരമായ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നു. നിങ്ങൾക്ക് ഡിവൈനിൽ നിന്ന് ഒരു നീതി ലഭിക്കുന്നു. ഇവിടെ നമ്പർ 2 ആണ്, 11 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത് എങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ ഒരു നീതി എന്ന് പറഞ്ഞാൽ വളരെയധികം പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി കോടതി വഴി എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സക്സസ് വരുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്കൊരു നീതി ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സമയം ഒന്നുകൂടി മെച്ചപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇത് അല്പം ഒന്ന് മോശമാണ്. ഈ ഒരു സാഹചര്യം അല്പം മോശമാണ്. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും. ഇത് വീണ്ടും നിങ്ങളുടെ സമയം നല്ലതാവുകയാണ് ചെയ്യുന്നത്. കണ്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ കർമ്മയൊന്ന് തീരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ കർമ്മ തീർന്നിട്ട് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ചക്രം ഒന്ന് മുന്നോട്ട് ഉയർച്ചയിലേക്ക് വരുന്നുണ്ട്, മുന്നോട്ട് ഉരുളുന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് ലഭിക്കാൻ പോകുന്നുണ്ട്, ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഭാഗ്യസമയം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ 10 ആണ് നമ്പർ, ഒരു തുടക്കമാണ്. 1ന്റെ എനർജി അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു തുടക്കം വരാൻ പോകുന്നു എല്ലാ കാര്യങ്ങൾക്കും എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ജോലി നോക്കിയിരിക്കുന്നവർക്ക് ജോലിയാകാം, വാഹനമാകാം, വിവാഹമാകാം, അങ്ങനെ പല കാര്യങ്ങളിലും. അല്ലെങ്കിൽ വീട് നോക്കിയിരിക്കുന്നവർക്ക് അതാകാം. അങ്ങനെയും ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദോഷത്തിന് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എനർജിയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ത്രീ ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. മറ്റവർക്കും വന്നിട്ടുണ്ടായിരുന്നു. 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ ജോലിയിലേക്ക് അല്ലെങ്കിൽ പുതിയ ചില ബിസിനസ്സിലേക്ക് നീങ്ങിയിട്ടുണ്ടാവണം. പുതിയൊരു ബിസിനസ് തുടങ്ങണമെന്ന് നിങ്ങൾ ആരോടെങ്കിലും കൂടെ ചേർന്നിട്ട് ആലോചിക്കുന്നുണ്ടാവാം. അവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുമാന മാർഗം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാന മാർഗം വർദ്ധിച്ചു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്.
വരുമാനം വർദ്ധിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റിസ് വന്നിരിക്കുന്നത്. മനസ്സിലായി? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരു സക്സസ് ആണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. ജോബ് ലഭിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ജോബ് ലഭിക്കും. ജോബിന്റെ ഓഫർ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു മാസം ആർക്കെങ്കിലും ഒക്കെ ജോബ് ലഭിക്കും. അതിനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. സാമ്പത്തികം വന്നു ചേരും നിങ്ങളിലേക്ക്. ജോബ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തികമല്ലേ. അപ്പൊ സാമ്പത്തികത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്ക് ഇവിടെ ഒരു സന്തോഷ വാർത്തയാണ് ഇവിടെ വരാൻ പോകുന്നത്. പുതിയതായിട്ടുള്ള ജോബ് ലഭിക്കാൻ പോകുന്നു. അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുന്നവർക്ക്, പ്രിപ്പയർ ചെയ്തിരിക്കുന്നവർക്ക്, ഒരുപാട് പഠിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവർക്ക്, ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞു നിൽക്കുന്നവർക്ക്, ഏത് തരത്തിലുള്ള ഇന്റർവ്യൂസ് കഴിഞ്ഞു നിൽക്കുന്നവർക്കായാലും തീർച്ചയായിട്ടും ഒരു സന്തോഷ വാർത്തയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഏജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികം ലഭിക്കും, നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്ന എനർജിയാണ്. അതുവഴി ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കും. ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. ബാലൻസ് ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതുവരെ ഒരു ബാലൻസിങ്ങിലല്ലായിരിക്കാം ജീവിതം. ചിലപ്പോൾ വരുമാനം ഒരുപാടുണ്ട്, പക്ഷെ ചെലവോ അതിൻ്റെ അപ്പുറം. അങ്ങനെ നിങ്ങൾ ബാലൻസ് ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു ബാലൻസ് ലഭിക്കാൻ പോകുന്നു. ഇനി ഒന്ന് ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ നല്ലതുപോലെ ദൈവാനുഗ്രഹം വരുന്ന സമയമാണ്. ഇവിടെ നമുക്ക് ജസ്റ്റിസ് വന്നപ്പോഴേ പറഞ്ഞ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുന്ന സമയമാണെന്ന്. ഇവിടെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ടെമ്പറൻസ് ആണ്. ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്തു പോകാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലായാലും മറ്റെന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. എല്ലായ്പ്പോഴും ജീവിതത്തെ ബാലൻസ് ചെയ്ത് പോയില്ലെങ്കിൽ അടി തെറ്റും, അല്ലേ? ബാലൻസിങ് നമുക്ക് എപ്പോഴും അത്യാവശ്യമല്ലേ എല്ലാ കാര്യത്തിലും. ഒരു കാലം നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത്, നമ്മൾ 4 കാർഡ്സ് അങ്ങ് എടുത്തത്, ഇവിടെ എംപററാണ് വന്നിരിക്കുന്നത്. എംപറർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. കൃത്യനിഷ്ഠയോടുള്ള ജീവിതചര്യ. ഇനിയെങ്കിലും അതിലൂടെ പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. ഇനി അതുപോലെ ഗവൺമെന്റ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് അത് സാധിക്കും. ജീവിതത്തിന് ഇതുവരെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. നിങ്ങൾ ബാലൻസ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ബാലൻസിങ് ഇവിടെ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടി നോളജ് നേടിയെടുക്കാനുള്ള കഴിവ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിനും ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു മാസം നിങ്ങളെ കൊണ്ട് കഴിയുന്നു. നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് നല്ലതുപോലെ ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണെന്ന് കാണുന്നുണ്ട്. നമ്പർ 4 ആണ്. രാഹു എന്ന ഗ്രഹത്തിന്റെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും എല്ലാം ഒരു സ്ട്രക്ചർ കൊടുക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ സ്ഥിരത നിലനിർത്തുന്നതാണ് നിങ്ങൾ എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ കൃത്യനിഷ്ഠയോടുകൂടി രാവിലെ മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാവാം. ജോബ് നോക്കിയിരിക്കുന്നവർക്ക് ജോബ് ലഭിക്കും. ഗവൺമെന്റ് ജോബിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അത് ലഭിക്കാം. ഇനി അതുമല്ല, സാലറി പെർമനന്റ് ആയിട്ട് ലഭിക്കണം എന്ന് കരുതി നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെ വരുന്നുണ്ട്. മനസ്സിലായി? പെർമനന്റ് ആയിട്ട് സാലറി ലഭിക്കാനും പെർമനന്റ് ജോബ് ലഭിക്കാനും എല്ലാം നിങ്ങൾക്ക് സാധ്യതയാണ് കാണുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ വരുന്നുണ്ട്. ഇനി ജോലിക്കാര്യത്തിൽ സാധ്യതകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ജോലി നോക്കിയിരിക്കുന്നു, ജോലി ലഭിക്കുന്നു എന്നെല്ലാം പറഞ്ഞാൽ എല്ലാം നല്ല എനർജീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു മാസം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ചോയ്സസ് ഉണ്ട്. സെലക്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അവിടെ നിങ്ങൾ ചിലപ്പോഴൊന്ന് നെഗറ്റീവ് അടിച്ചിരിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ. അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ബുദ്ധിപൂർവ്വം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇമോഷണലി ഡൗൺ ആവാൻ പാടില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ ഇമോഷണലി ഡൗൺ ആയിരിക്കാൻ പാടില്ല. അതൊന്നും വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ബുദ്ധിയാണ് വേണ്ടത്. ഈ ബുദ്ധി പ്രയോഗിച്ചെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റൂ.
ഏത് ജോബാണ്, ചിലപ്പോൾ ചില ജോലി കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു സെലക്ഷൻ വന്നേക്കാം. ഇനി അതുപോലെ വിവാഹ കാര്യങ്ങളിലാവാം, ഇനി മറ്റേത് കാര്യത്തിനായാലും ഒരുപാട് വിവാഹാലോചനകൾ വരാം, ഒരുപാട് ജോലി സാധ്യതകൾ വരാം. ഇനി ഇത് എന്താണോ വരുന്നത്, ഇതിലെന്താണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യുക തന്നെ വേണം എന്നാണ് ഇവിടെ കാണുന്നത്. 9 ഓഫ് കപ്സ് ഒരുപാട് സന്തോഷത്തിലേക്ക്, അതുപോലെ തന്നെ 3 ഓഫ് കപ്സിന്റെ എനർജിയും ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യത. ഇവിടെ എന്താണ്, ഓർണമെന്റ്സ് വാങ്ങിക്കാനുള്ളത്, പുതിയ പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കാനുള്ളത്, ഒരുപാട് സന്തോഷത്തിലേക്ക് പോകുന്നു. ആരുടെയെങ്കിലും ഒക്കെ വിവാഹത്തിൽ പങ്കെടുക്കുക, അതുമല്ല എങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്താം. മനസ്സിലായി? വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ മക്കളുടെ ആവാം, അല്ല എങ്കിൽ മറ്റേ സഹോദരങ്ങളുടെ ആവാം, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും ഒക്കെ വിവാഹ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. അതുപോലെ ചിലപ്പോൾ ഭൂമി വാങ്ങിക്കുന്നത്, അങ്ങനെ എനർജി ഉണ്ട്. അതിനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്, പുതിയ വീട് വാങ്ങിക്കാം, ഓർണമെന്റ്സ്, നല്ല നല്ല വസ്ത്രങ്ങൾ ഒക്കെയും വാങ്ങിക്കാനുള്ള എനർജിയാണ്. അതുവഴി ഒരുപാട് സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഓണക്കാലമല്ലേ, ആർക്കെങ്കിലും ഒക്കെ ഡ്രസ്സ് വാങ്ങിക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇവിടെ അത് തന്നെയാണ്, കൂടിച്ചേർന്ന് സന്തോഷിക്കുക, ബന്ധുക്കളൊക്കെ വന്ന് സന്തോഷിക്കാമല്ലോ അല്ലേ? അപ്പോൾ ഓണക്കാലമായതുകൊണ്ട് ഒരുപാട് പേർ കൂടിച്ചേരുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന എനർജി, പാർട്ടികളിൽ പങ്കെടുക്കുന്ന എനർജി, കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേക്ക് പങ്കെടുക്കുക, അങ്ങനെ ഒത്തിരി ജോലി കിട്ടിയതിൽ സന്തോഷിക്കാം. മനസ്സിലായി? അങ്ങനെയൊക്കെയുള്ള പാർട്ടികൾ നടത്താം, അതിൽ ഒരുപാട് സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ഇവിടെ 8 ഓഫ് സോഡിന്റെ എനർജിയാണ്. 8 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനത്തിലാണ്, നിങ്ങളുടെ മനസ്സിനെ തന്നെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ല, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒന്ന് പരാജയപ്പെട്ടെന്നിരിക്കട്ടെ, അവിടെ ദീർഘകാലം മൊത്തം ഈ പരാജയത്തിൽ അങ്ങ് ഇരിക്കാൻ ശ്രമിക്കും. അത് വേണ്ട, തൽക്കാലത്തെ ഒരു പരാജയമാണ്. എത്രയെത്രയോ വലിയ മഹാന്മാര് പല കാര്യങ്ങളിലും തോറ്റു പോകുന്നു, വലിയ വലിയ കളിക്കാര് തോറ്റു പോകുന്നില്ലേ? അവരൊക്കെ അവിടെ ഇരിക്കുകയാണോ ചെയ്യുന്നത്? അവരൊക്കെ വീണ്ടും ജീവിതത്തിലേക്ക് പരിശ്രമിച്ച് വരികയാണ്, മുന്നോട്ട് വരികയാണ്, വാശിയോടുകൂടി മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തോൽവി എന്ന് പറയുന്നത് എന്താണ്, പിന്നെ അടുത്ത വിജയത്തിന്റെ ഒരു പടിവാതിൽക്കൽ എത്തിക്കും. മനസ്സിലായോ? അടുത്ത വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ഒരു തോൽവി അല്ലെങ്കിൽ ഒരു പരാജയം എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ അങ്ങനെ മനസ്സ് വിചാരിക്കണം. അല്ലാതെ എനിക്കിനി ഒന്നും പറ്റില്ല, എനിക്കിനി എന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിനെ വിഷമിപ്പിച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ ആ മാനസിക ബന്ധനത്തിൽ നിന്നും, മനസ്സിനെ എങ്ങനെയാണോ നിങ്ങളിപ്പോൾ ചങ്ങലക്കിട്ട് വെച്ചിരിക്കുന്നത് അതിൽ നിന്നും അതിനെ പൊട്ടിച്ച് നിങ്ങൾ പുറത്തേക്ക് വരണം. വന്നിട്ട് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കടക്കുകയാണ് വേണ്ടത്. പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ് കാണുന്നത്. ഓറക്കിൾ കാർഡ്സ് എടുക്കാതെ സോളിറ്റ്യൂഡാണ്. ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഏകാന്തതയിൽ ഇരിക്കുന്നുണ്ടാവും, ഒരു സൈലന്റ് മൂഡിൽ ഇരിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ സോളിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ സൈലന്റ് മൂഡ് മാത്രമല്ല, ചിലപ്പോൾ വിഷമിച്ചിരിക്കുന്ന എനർജി ആയിരിക്കണമെന്നില്ല. നിങ്ങൾ എന്തെങ്കിലും മതപരമായ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ രാമായണം വായിക്കാം. ഇനി അതുമല്ല, ഇനി ഓണ സമയമല്ല, എന്തെങ്കിലുമൊക്കെ നല്ല പുസ്തകങ്ങൾ വായിക്കാം. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇനി ഖുറാനാവാം, ബൈബിളാവാം, ഏത് ആയാലും, ഏത് മതഗ്രന്ഥങ്ങളായാലും നിങ്ങളിപ്പോൾ അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അത് വായിച്ച് മനഃശാന്തി നേടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സാക്രിഫൈസ്, സക്സസിന് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു സക്സസ് വേണമെങ്കിൽ നിങ്ങൾ അവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഏത് കാര്യത്തിലായാലും റിലേഷൻഷിപ്പ് നിലനിർത്തണം, ഒരു ജോബിന് വേണ്ടി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കണം, അവിടെ എന്താണ്, തീർച്ചയായിട്ടും ഒരു ത്യാഗം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സാക്രിഫൈസ് ചെയ്ത് നേടണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ നേടിയെടുക്കണം. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടുന്ന എനർജിയാണ്. കാരണം ദൈവാനുഗ്രഹം ഉണ്ട് നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി കഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതിനായിട്ടൊരു എഫേർട്ട് എടുത്ത് മുന്നോട്ട് വരണം. മനസ്സിലായോ? നിങ്ങളിവിടെ ഈ ഒരു കാര്യത്തിന് നിങ്ങളിവിടെ എന്തോ ഒന്ന് നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യം കണ്ടില്ലേ, അതിനു വേണ്ടി ചുറ്റിനും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും പ്രയത്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും. അതിനായിട്ട് എന്താണ്, ഒരു ത്യാഗം ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. ഈ ത്യാഗത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന ഈ വിജയത്തിന് ഒരുപാട് മാധുര്യം ഉണ്ടാവും.
മനസ്സിലായോ? ഇവിടെ സാക്രിഫൈസ് ചെയ്ത് നേടിയെടുക്കൂ എന്ന് ആരെങ്കിലുമൊക്കെ ഇപ്പോൾ നല്ല ഒരു സക്സസ്സിലേക്ക് വരുന്ന ഇവിടെ റെയിൻബോ വന്നിട്ടുണ്ട്. നമ്പർ 3 ആണ്. ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളമായി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരിശ്രമിക്കൂ. മനസ്സിലായോ? കുറച്ചുകൂടി പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത്. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ആണ്. ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്യൂ. ഏത് കാര്യവും ക്ഷമയോടുകൂടി നിങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവണം. അങ്ങനെ പ്ലാൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരുന്ന കാര്യത്തിൽ എനിക്ക് വെളിച്ചം വരുന്നുണ്ട്, സക്സസ്സിലേക്ക് വരാൻ സാധിക്കും. ഇവിടെ ഇൻഡ്യൂഷനാണ്. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന എനർജിയുമാണ് ഉള്ളത്. ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുമ്പോൾ എന്താണ്, നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കും. നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതിൽ മെസ്സേജ് നോക്കാതെ കോംപ്രമൈസ് എന്തെങ്കിലും കാര്യത്തിന്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടു. അപ്പോൾ ഈ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടപ്പോൾ നിങ്ങൾ അടങ്ങിയിരിക്കുകയാണോ? വേണ്ട, അല്ല, ത്യാഗം ചെയ്യണമെന്ന് കണ്ടു, അല്ലേ? സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് കാണുന്നുണ്ട്. ഇനി അഥവാ ഇനി കോംപ്രമൈസ് ചെയ്യണമെങ്കിലോ അതും ചെയ്യണം. അതും ഒരു ത്യാഗമായിട്ട് കൂട്ടാമല്ലോ. ആരോടെങ്കിലും കോംപ്രമൈസ് ചെയ്ത് പോകണമെങ്കിൽ അതും ഒരു ത്യാഗം തന്നെയാണ്. അതിലൂടെ നമുക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലായി? ഏത് കാര്യത്തിനായാലും, റിലേഷൻഷിപ്പിന്റെ പ്രശ്നത്തിലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണോ, ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പോയാൽ എന്താണ് വിഷമം, എന്താണ് പ്രശ്നം? ഒരു വിഷമവും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല. അവിടെ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് കുറച്ചൊന്ന് മനസ്സ് അയച്ചു വിട്ടുകൊടുക്കൂ. കോംപ്രമൈസ് ചെയ്ത് പോകാൻ ശ്രമിക്കൂ അങ്ങനെ വേണ്ടിടത്ത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നതാണ്. ഏഞ്ചൽസിന്റെ മെസ്സേജാണ്. യു ആർ റെഡി. നിങ്ങൾ റെഡി ആയിക്കൊള്ളൂ. കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിന് മുന്നോട്ട് പരിശ്രമിക്കാനും അത് നേടിയെടുക്കാനും എല്ലാം ഇപ്പോഴെന്താണ്, സമയം വളരെ നല്ലതാണ്. അല്ലാതെ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ ഈ ഒരു സമയമാണ് പെർഫെക്റ്റ്. അപ്പോൾ അതുകൊണ്ട് എന്തിനും ഇപ്പോൾ തന്നെ പുറപ്പെട്ടുകൊള്ളൂ, തുടങ്ങിക്കൊള്ളൂ എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. ആസ്ക് യുവർ ഏഞ്ചൽസ്. എന്തെങ്കിലും വേണോ, സഹായം വേണമെങ്കിൽ ഏഞ്ചൽസിനെ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വിശ്വാസമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏഞ്ചൽസ് ആരാണോ അവരെ വിളിക്കാവുന്നതാണ്. ഏതെങ്കിലുമൊക്കെ ഏഞ്ചൽമാർ നമുക്ക് പ്രിയപ്പെട്ടവരുണ്ടാവുമല്ലോ, അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് ഹീലിങ്ങിനാണോ, ഇനി അതുപോലെ തന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഏഞ്ചൽസ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആഗ്രഹിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആവശ്യപ്പെടാവുന്നതുമാണ് എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് സോൾ മെസ്സേജ് നോക്കാവേ. മൂന്ന് കാർഡ്സ് വന്നുപോയി. ദ ടൈം ഓഫ് ഗിൽറ്റ് ആൻഡ് ഷെയിം എൻഡ്സ് നൗ. നിങ്ങളുടെ ഈ ഒരു സമയത്ത് കുറ്റബോധത്തിൻ്റെയും നാണക്കേടിൻ്റെയും ഒക്കെ നാണമുണ്ടോ? നാണമെന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. തുറന്ന് പറയേണ്ടടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. മനസ്സിലായി? മുന്നോട്ട് ഇറങ്ങേണ്ടടുത്ത് മുന്നോട്ട് ഇറങ്ങണം. എനിക്ക് നാണമാണ് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് കുറ്റബോധം അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ സമയമൊക്കെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ ഇനി അതിനെപ്പറ്റി ചിന്തിക്കുകയേ പാടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം ഇപ്പോഴില്ല എന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെ ഇപ്പോൾ തീർത്ത് വയ്ക്കൂ എന്നുള്ളത് പറയുന്നുണ്ട്. നേച്ചർ ഈസ് കാളിങ് യു. നിങ്ങളെ നേച്ചർ വിളിക്കുന്നു. നിങ്ങൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേരാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് കാണുന്നത്. നമ്മൾ എല്ലായ്പ്പോഴും പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേരുന്നത് ഏറ്റവും നല്ലതാണ്. പ്രകൃതിയിൽ തന്നെ നമുക്ക് ധാരാളമായിട്ട് ഓക്സിജൻ ലഭിക്കുന്ന വൃക്ഷങ്ങളുണ്ട്. അവയുടെയൊക്കെ ചുവട്ടിൽ ചെന്നിരുന്ന് ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. കുറച്ചു നേരം ശാന്തമായിട്ട് ആ വൃക്ഷങ്ങളുടെയൊക്കെ ചുവട്ടിൽ പോയി ഇരുന്നാൽ തന്നെ ഒരു മനഃശാന്തി ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് നേച്ചറിനെ സ്നേഹിക്കൂ എന്നുള്ളതാണ് കാണുന്നത്. അവ നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായി? നേച്ചർ എന്ന് പറയുന്നത്, നേച്ചറിലെ ആ വൃക്ഷങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോടുകൂടി നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ സഫലമാകുന്നു. നിങ്ങൾക്ക് ഹീലിംഗ് പവർ ലഭിക്കുന്നുണ്ട്. അവ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്.
മനസ്സിലായോ? ഹീലിംഗ് പവർ തരുന്നത് ഓക്സിജൻ്റെ എഫക്റ്റാണത്. അപ്പോൾ ഇവിടെ ഹാവ് ദ കറേജ് ടു ബി ഫ്രീ. കറേജിൽ ഇരിക്കാൻ ശ്രമിക്കൂ. നമ്പർ 10 ആണ് 1ൻ്റെ എനർജി. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് കറേജിൽ ഇരിക്കാൻ ശ്രമിക്കൂ. കുറച്ചുകൂടി ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വരൂ. അതാണ് സാക്രിഫൈസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ചുകൂടി ധൈര്യത്തോടുകൂടി മുന്നോട്ട് വരാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റൂ. ഫ്രീ ആയിട്ടിരിക്കണമെങ്കിൽ എന്താണ്? ധൈര്യമില്ലാത്ത ഒരു വ്യക്തിക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റില്ല. ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ആശ്രയിച്ചുകൊണ്ടേ ഇരിക്കണം, അല്ലേ? അപ്പോൾ ഇവിടെ കറേജ് ഉണ്ട്. കുറച്ചുകൂടി മനസ്സിന് ധൈര്യം കൊടുക്കുക. മെൻ്റലി സ്ട്രോങ് ആണ് ഒരു പേഴ്സൺ. ഒരു വ്യക്തി മെൻ്റലി സ്ട്രോങ് ആണ്, ഫിസിക്കലി സ്ട്രോങ് ആണ്. അപ്പോൾ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. മനസ്സിലായോ? ഫിനാൻസ് പരമായിട്ട് ഫ്രീഡം അനുഭവിക്കുന്നു. എന്തിനാണ് മറ്റുള്ളവരുടെ സഹായം? അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് പെരുമാറാൻ സാധിക്കും. അവിടെ നിങ്ങൾ കുറച്ചുകൂടി കറേജ് കൊണ്ടുവരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് റെക്കഗ്നൈസ് ഡിസ്പെയർ ആസ് ആൻ ഓപ്പർച്യൂണിറ്റി. വിതിൻ ഇറ്റ് യു വിൽ ഫൈൻഡ് ദ ഗിഫ്റ്റ് ഓഫ് എവരിത്തിങ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റെക്കഗ്നൈസ് ഡിസ്പെയർ ആസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഇവിടെ നിങ്ങൾക്ക് ഡിസ്പെയർ, നിങ്ങളുടെ ഉള്ളിൽ നിരാശ വന്നോ? മനസ്സിലായി? നിങ്ങൾ കുറേ ദിവസം ഇങ്ങനെ നിരാശയിലാണ്ടിരിക്കുകയാണ്, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇതാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങളെ നയിക്കുന്നത് മുന്നോട്ട്. മനസ്സിലായി? കുറേ ദിവസം നിങ്ങൾ അങ്ങനെ ശാന്തരായിട്ടിരിക്കുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഡെസ്പെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്ത അവസരത്തിനുള്ള വഴി തെളിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലാക്കണം, ചിന്തിക്കണം. എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു പ്രശ്നം വന്നാൽ ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് വിഷമം അനുഭവിക്കുന്നത്? അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അടുത്ത അവസരത്തിനുള്ള വഴി തുറക്കും. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ന്യൂമറോളജി എടുക്കാവേ. എ പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് സൊല്യൂഷൻ. നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതും വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിവിടെ നിങ്ങൾക്ക് തീരാറായിട്ടുണ്ട്. മനസ്സിലായി? ഫുൾ മൂൺ ഇൻ ക്യാൻസർ ആണ്. ഫുൾ മൂൺ ഉണ്ടല്ലോ, ഇനി ഫുൾ മൂണിൻ്റെ സമയമല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ പുണർത്തം, പൂയം, ആയില്യം, കർക്കിടകം ക്യാൻസറിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചില നാളുകാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളത് പരിഹരിക്കാൻ സമയമായിട്ടുണ്ട്. അതായത് പുണർത്തം, കാൽ, പൂയം, ആയില്യം, കർക്കിടകമാണ് ക്യാൻസർ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പേഴ്സണൽ ഇഷ്യൂ ആണ്, വ്യക്തിപരമായ കാര്യങ്ങൾ. മനസ്സിലായ? ഏതെങ്കിലും വ്യക്തികളോട് ഉള്ള പ്രശ്നങ്ങൾ. യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ്. നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്, നിങ്ങൾക്ക് പ്രതിബദ്ധത നിങ്ങൾക്ക് ഏത് കാര്യത്തിലുണ്ടോ? നിങ്ങൾ ജോലിക്കാര്യത്തിൽ ഉത്തരവാദിത്ത ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിലൊരു ഉത്തരവാദിത്ത ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങൾക്ക് പ്രയാസമില്ലാതെ, വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത് ടെസ്റ്റിന് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു വലിയ പരാജയമൊന്നും വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതാണ് യുവർ ഹാർഡ് വർക്ക് ഇസ് പേയിങ് ഓഫ്. കണ്ടില്ലേ? നിങ്ങൾ എന്തിനാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടാൻ പോകുന്നു. ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? അവിടെ നിങ്ങൾക്കൊരു റിസൾട്ട് വരാൻ പോകുന്നു, പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട്. അതായത് അതിലൊരു സക്സസ്, ഒരു വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഭഗവാന്റെ മെസ്സേജ് ഇവിടെ നോക്കാവേ. പ്രോസ്പെറിറ്റിയാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഐശ്വര്യം വർദ്ധിച്ചു വരുന്നത്. പ്രോസ്പെറിറ്റിയിലേക്കാണ് നിങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. പ്രോസ്പെറിറ്റിയുടെ ഒരു തുടക്കമാണല്ലോ, അല്ലേ? ഈ ഒരു മന്ത് എന്ന് പറഞ്ഞാൽ ഒരു ഐശ്വര്യത്തിൻ്റെ തുടക്കമല്ലേ? ഇവിടെ പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ ആണ്. നിങ്ങൾക്ക് നമ്പർ 8 ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നു. അബണ്ടൻസിലേക്ക്, ഒരു സമൃദ്ധി, ഒരു നിറവിൽ ഇരിക്കാൻ സാധിക്കുന്നു.
മനസ്സിലായി, അബണ്ടൻസിലിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ വ്യക്തിപരമായിട്ടൊരു മാറ്റം വരാൻ പോകുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം, പരിവർത്തനം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പരിവർത്തനത്തിന് സാധ്യതയാണ്. പഴയതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് നല്ലൊരു ലൈഫിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു നല്ലൊരു ചേഞ്ച് വരുന്നുണ്ട്, ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അക്സെപ്റ്റൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് നമ്പർ 3 ആണ് അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വരുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിലായോ? ഒന്നിൽ ഭക്ഷണമായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലായാലും, ചിലപ്പോൾ ഒരു ജോബായിരിക്കാം, ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗിഫ്റ്റ് സ്വീകരിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത റെവല്യൂഷനാണ്, റെവലേഷൻ. കടൽ ഇവിടെ എന്താണെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പിടികിട്ടാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലേ? നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, എനിക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഇത്രയും വലിയൊരു തോൽവി എന്തിനാണ് എനിക്ക് സംഭവിച്ചു, എന്നോട് എന്തുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറിയത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സറിയാതെ ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളോട് പിണങ്ങിയിട്ടുണ്ടാവും, കാര്യമില്ലാതെ നിങ്ങളോട് പിണങ്ങിയിട്ടുണ്ടാവാം. അതിൻ്റെ യഥാർത്ഥ വസ്തുത നിങ്ങൾക്ക് മനസ്സിലാകാതെ കിടന്ന് ഇങ്ങനെ ഉഴലുകയാണ്. ആ യാഥാർത്ഥ്യം എന്നെങ്കിലും എനിക്കത് പിടികിട്ടുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വസ്തുത എന്താണോ, എന്തിന് നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് വഴക്കിട്ട് പിണങ്ങി, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ജോബ് ലഭിക്കാതെ പോയി, എന്തുകൊണ്ട് ആ ജീവിതത്തിലൊരു പരാജയം പറ്റി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊരു പ്രശ്നമുണ്ടായി, ഇതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് നിങ്ങൾക്ക് വെളിപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്? നമ്പർ 2 അല്ലേ? യു ആർ എക്സ്പീരിയൻസിങ്ങിന് സ്പിരിച്വൽ ബ്ലോസമിങ്, വളരെ നല്ല എനർജിയാണ്. നിങ്ങൾ ടേക്ക് എ ന്യൂ ഡയറക്ഷൻ ആൻഡ് ബി ഓപ്പൺ ടു ന്യൂ എക്സ്പീരിയൻസസ് ആണ്. നിങ്ങൾ ആത്മീയതയിലേക്ക് വരുന്നു, ആത്മീയതയുടെ ആ ഒരു സുഗന്ധം അനുഭവിക്കാനുള്ള സമയമായിരിക്കുന്നു. ആത്മീയതയിലേക്ക് വരുമ്പോഴല്ലേ നമുക്ക് ഇവിടെ ലോട്ടസ് ഫ്ലവർ കാണിച്ചിട്ടുണ്ട്. ലോട്ടസ് ഫ്ലവറിൻ്റെ ഒരു നറുമണം, സുഗന്ധം ആരാണ് ഇഷ്ടപ്പെടാത്തത്, അല്ലേ? അത് എപ്പോഴും എന്താണ്, അതൊരു സ്പിരിച്വൽ ലവ് നിറയുന്ന ഒരു ഫ്ലവറാണത്. അപ്പോൾ ഈ ഒരു ബ്ലോസമിങ്ങിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ സ്പിരിച്വൽ വേയിലൂടെ ആത്മീയതയിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായി മാറുന്നു, നിങ്ങൾ ഒരു സ്പിരിച്വൽ വ്യക്തിയായി നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒത്തിരി പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അതെല്ലാം നിങ്ങൾ അനുഭവിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് സോള് പ്യുവറാകുന്നത്. മനസ്സിലായ? കാരണം അന്നേരം വിചാരിക്കും എനിക്കിതൊന്നും ആവശ്യമില്ലാത്തതായിരുന്നു, പിന്നെ എന്തിനു ഞാൻ അതിലൊക്കെ ചെന്ന് ചാടി, എനിക്ക് മനസമാധാനം കെടുത്തുന്ന പ്രശ്നങ്ങളാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്, ഇനിയെങ്കിലും എനിക്ക് മനസമാധാനം വേണം, ശാന്തി വേണം, സമാധാനം, സന്തോഷം ഒക്കെ വേണം. എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരുന്നു. അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു ലൈഫ് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെ നല്ല എനർജിയാണ്. ഇതാണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ പൈൽ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഒന്നാമത്തെ പൈൽ കൂടി കണ്ടു നോക്കാവുന്നതാണ്. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് കൂടെ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.